Hey guys, welcome back to our channel. This is Nagulan here. നമ്മളാണെങ്കിൽ കുറച്ചധികം നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഇത് അറിഞ്ഞുകൊണ്ട് എടുത്തൊരു വീഡിയോ ഒന്നും അല്ല. അൺഎക്സ്പെക്ടഡ്ലി കുറച്ച് ക്ലിപ്സ് നമ്മുടെ കോളേജ് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ നടക്കുമായിരുന്നു. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കാം, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇന്നലെ ശാന്തിഗിരിയിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് സോങ് ഇന്ത്യൻ എന്ന് പറയുന്ന ഐറ്റം ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഒരു സോളോ ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുക്കാൻ സാധിച്ചു. അപ്പോൾ ഏതായാലും ആ ക്ലിപ്പ് കയ്യിലിരിക്കുന്നത് കൊണ്ട് ഇതൊരു വീഡിയോ ആക്കി ഇട്ടേക്കാം, ഒരു മെമ്മറി ആണല്ലോ, അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് അധികം ലാഗ് അടിപ്പിക്കാണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളാണെങ്കിൽ ഇപ്പോ CMS കോളേജ് റീച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ സമയം 8:30 ഒരു മണിക്കൂർ മുന്നേ റീച്ച് ചെയ്താണ്. വീണ്ടും തന്നെയല്ലേ, അരമണിക്കൂർ. നല്ല ഭംഗിയുള്ള സ്ഥലം. വണ്ടിക്ക് നമ്മളിരിക്കണേ കൊണ്ട് തിരിച്ചു കാട്ടിക്കൊടുക്കാം എല്ലാവരും. നിന്നെ വഴി കാണാം. സെക്രട്ടറിയുടെ പേരാണെന്ന് തോന്നുന്നു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു തീ പടർത്തുവാൻ ഇവിടെ എൻ മിഴികളും നട്ടു. നമ്മളാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് സോങ് ഇന്ത്യന്റെ രജിസ്ട്രേഷന് ശേഷം അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നമ്മുടെ ലൈറ്റ് മ്യൂസിക്കിന്റെ രജിസ്ട്രേഷന്റെ ടൈം ആയിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ലൈറ്റ് മ്യൂസിക്കിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ID കാർഡ് വിട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജ് ID ഇവിടെ കൊണ്ടുവന്ന് വെരിഫൈ ചെയ്തേക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ പോവാണ്. ID കാർഡ് എടുത്തോണ്ട് വരണം. CMS കോളേജിലാണ് നമ്മുടെ ID കാർഡ് ഇപ്പൊ ഇരിക്കുന്നത്. അവിടെ നമ്മുടെ ഇന്ത്യൻ സോങ്ങിന്റെ കൂട്ടുകാരെല്ലാവരും കൂടി അവിടുത്തെ രജിസ്ട്രേഷൻ എടുക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പോയി ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ജോസൂട്ടൻ നമ്മുടെ ID കാർഡും കൊണ്ട് വരികയാണ് ഗൈസ്. നമ്മൾ വീണ്ടും സെയിം കോളേജ്, അതായത് ബെസീലിയസ് കോളേജിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ആ ID കാർഡ് കൊണ്ടു കൊടുക്കാൻ. ID കാർഡ് അവിടെ റോസ് വണ്ടിക്കകത്ത്. അടിപൊളി. വിരഹജനാലകൾ വിജനവരാന്തകൾ ഇവിടെ ഞാൻ എന്നെയും നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. ഒരു ഹായ് ഗൈസ് പറയൂ. ഹായ് ഗൈസ്. ഓക്കേ ബൈ. നീ പോയി എടുക്ക്, നീ ചെല്ല്, നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിലോട്ട് ചെല്ല്. എന്നാ പോ, താഴത്തോട്ട് പോ. അവിടെ ലിഫ്റ്റ് ഉണ്ട്. പോ. ടോമിച്ചൻ എന്തേ? അലനെയും കൂട്ടി നമ്മൾ വന്നിട്ട് അലനെ നമുക്കാണെങ്കിൽ ഒരു വഴിക്കും കിട്ടാനില്ല. അതാ പറഞ്ഞു ടോമിച്ച. അലൻകുട്ടാ അടിപൊളി. പ്ലാസ്റ്റിക് പോവാണ്. ഹായ്, നീ ഞങ്ങളുടെ കൂടെ ഉള്ളത് തന്നെ. കേറിയപ്പോ നമ്മളെല്ലാം നോക്കണം. അതാണോ?
ഇതിന്റെ യൂസ് തന്നെയാണല്ല കൊച്ചിനെ കിടത്താനാണോ തോന്നണേ? ഇത് ഇത്ര ചെറിയ കൊച്ചിനെ കിട്ടുമോ അതിന്റെ അകത്തുള്ളേ? എന്തോ വാ H2O ഹാരി സാറിന്റെ H2O. സോളോ ഫോട്ടോഗ്രാഫി. നീ ഇത് വരെ കൊടുത്ത് വെച്ചില്ലേ? നിങ്ങൊന്ന് വരാവോ? എടാ വാ, മൂവിയോ ഇതിലേട്ട് വാ. നമ്മുടെ ആരാ പറഞ്ഞാൽ ലിഫ്റ്റ് കയറാം. വാ ലിഫ്റ്റ് ദാ സൈഡ്. കമോൺ. എടാ കുട്ടി ഞാൻ ഇതുപോലത്തെ ഒക്കെ മേടിക്കാനാണ് നിങ്ങളൊന്ന് പറഞ്ഞു. ഇതുപോലെ ഹൗ മച്ച്? 1299. കമോൺ. നമുക്ക് ഇതിന്റെ അങ്ങോട്ടേക്ക് പോവാം. ഏത് വാടാ, ഇനി സ്റ്റക്കില്ല, നേരെ പോയിക്കാം. മറ്റേ ലിഫ്റ്റ് ഇനി പ്രോഗ്രാം കാണാൻ നിക്കണോ? നിങ്ങളെല്ലാം വഹിക്കണം. എടാ വാ. ബുഷോ അതാർക്ക് കേട്ടാനോ? ബുഷാർക്കിലെ കേട്ടാലോ? ആ യെസ്, ഓപ്പൺ ദ ലിഫ്റ്റ്. കേറിപ്പോ. ട്രയൽ റൂമിൽ കയറാൻ നീ അത് പിടിച്ചോണ്ടിരുന്ന എങ്ങനെ ഇടുന്നേ? വാവ്. എടാ ഇതിന്റെ അകത്ത് വെളിച്ചമില്ല. എടാ ഞാനും കയറട്ടെ. എനിക്കറിയായിരുന്നു ഇത്. ഹായ്, വെളിച്ചമുണ്ടല്ലേ? ഉണ്ടാവുമായിരിക്കും പ്രതീക്ഷിക്കാം. ലിഫ്റ്റ് വെച്ചാ അത് നമുക്ക്. ഹായ്, നോക്ക്. ദൂരമുള്ള സ്ഥലമല്ല. ഇതിന്റെ അയ്യോ വേണ്ട കമന്റ് പിന്നെ പറയുമ്പോഴ. എന്ത് നിന്റെ? എന്നാ വേറെ ടോപ്പ് നോക്ക്. എവിടെയാ നിന്റെ ടോപ്പ് സെക്ഷൻ? ചെല്ല്, ഗോ. നിന്റെ എല്ലാം പിങ്കാന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ മാറ്റിയിട്. അതിന്റെ അപ്പുറം എന്തോരം കളർ ഇടണോ? ഗ്രേ, ബ്രൗൺ, വൈറ്റ്, ഇത് യെല്ലോ ആണോ? അത് ഒരു ടൈപ്പ് ഗ്രീൻ ടച്ച്. ഇത്ര ഉണ്ടായിട്ട് നീ ആ റോസിൽ പോയി പിടിക്കണ എന്തിനാന്നേ? വേറെ കയറി പിടി. അതിന് ബ്രൗൺ കളർ, ബ്ലാക്ക് കളർ ജീൻസ്, ബ്ലാക്ക് അല്ല ബ്രൗൺ. അവലെ നിന്റെ മറ്റേ വീഡിയോ ചെയ്യണ്ടേ? ഓക്കെ, നീ ഡ്രസ് തീരുമാനിച്ചോ? ഓക്കെ, യു ഗോ. കമോൺ അവലെ. ട്രയൽ റൂം നമുക്ക് ട്രയൽ ചെയ്യണം. വാ ചെല്, ഗോ. നിന്നെ കിട്ടി. നിന്റെ വീഡിയോ അവള് ട്രയൽ ചെയ്യുമ്പോഴത്തേനും എടുക്കാം. അവള് ഇപ്പൊ എടുത്തോണ്ട് പോയിരിക്കുന്ന ഡ്രസ്സ് അത് ഇട്ടിട്ട് ഇറങ്ങി വന്ന വഴിക്ക് പറഞ്ഞോളും നല്ല സാധനമാണ്. എങ്ങനെ കേൾക്കുന്നോ? എന്നാ നല്ല സാധനം. അല്ലെങ്കിൽ എന്ത് പറ്റും? കൊറേ നേരം പറ്റും. അപ്പൊ നമ്മളാണെങ്കിൽ അവള് ട്രയൽ ചെയ്ത് വരുന്ന വഴി പ്രോഗ്രാം കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീടെത്താനുള്ള. ഇത് കൊള്ളാം. ആള് തിരക്കായി കായി. അതിന്റെ സംസാരങ്ങളിലായിട്ട് പുള്ളി പയ്യൻ മുഴുകി തെളിഞ്ഞിരിക്കുന്നു. വേറൊരുത്തരാണെങ്കിൽ ഇത് അവിടെ. അത് അങ്ങനെ വരുന്നത് ഇത്രയും ചെരുപ്പുകളുടെ ഇടയ്ക്കൂടെ വരുന്നു. ഹായ്. കളറ് ചെക്ക് ചെയ്യുന്ന അവലെ.
വാട്ട് ഈസ് ഹർ ഫേവറേറ്റ് കളർ? ഫോർ ഹൂ? കാട്ടെ കണ്ടിട്ട് മനസ്സ് പറയട്ടെ. അർജുനെ നിനക്ക് ആർക്കും വേണ്ടി നോക്കാനില്ലടാ. നന്നായിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു. ഇത് ഏതൊക്കെ 2 ഷെയ്ഡ് ഇഷ്ടപ്പെടുമെന്ന് കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെടുന്നവര് അല്ലേ? കഷ്ടപ്പെട്ടാണെങ്കിലും കമന്റ് ചെയ്യാന്ന്. നടന്നേ, മുൻപാക്ക്, മുമ്പോട്ട് മുൻപാക്കിയോ. നീ ഇട്ടേക്കോ. ആ നടന്നേ, നടക്ക്. യെസ്. മറ്റേ വാഴവള്ളി വലിച്ച് കെട്ടി വെച്ചാൽ മതി. നല്ലായിരുന്നു. ഇതിന്റെ ഷോർട്ടേജ് ഇല്ലേ? ചെറുതില്ല. ഇതെടുത്തിട്ട് തയ്പ്പിച്ചാൽ മതി. മറ്റേ ബാഗ് പോലെ നടന്നോളൂ. അടുപ്പിക്കുക, 2 സൈഡ് അടുപ്പിക്കുക. പറ്റും. ആ അകത്തോട്ടടിക്കും, അപ്പൊ അതിരിക്കും. നിനക്കൊക്കെയാണ് കുഴപ്പമൊന്നും. ബൈ തോളെ. ഞാൻ ചെയ്യുന്നോ? ഞാൻ മേക്കപ്പ് ഇപ്പൊ യൂസ് ചെയ്യാം. പ്രൈമറൊക്കെ നമ്മൾ സാധാരണ പെയിന്റ് ഇടുന്നതാണല്ലേ. ഈ പ്രൈമറിന്റെ ഗുണം എന്താണ്? അടിക്കുന്നതിനാ പ്രൈമർ ഇത് പെയിന്റ് അടിക്കുമ്പോ ബേസ് ഇട്ടാക്കാനല്ലേ? സെയിം സാധനം തന്നെ. മേക്കപ്പ് അടിക്കുമ്പോ ബേസ് ഇട്ടാക്കാൻ. ഇനി പെരമണിക്ക് നിങ്ങൾ മേടിച്ചാൽ തരാം. കൃത്യം ബില്ലിങ്ങിന് ടൈം ആയപ്പോ കിച്ചുവും അമലും ഞങ്ങളെ പറ്റിച്ച് ഇട്ടുപോയി. ഞങ്ങൾ നേരത്തെ വരും നോക്കാം. അവര് ദേ എത്തി. പൈസ കൊടുക്കാണ്ടിരിക്കാൻ നൈസായിട്ട് പൊങ്ങി. വീട്ടില് പൈസ കൊടുക്കണ്ടല്ലോ. ആ It's moving to our home back, guys. പോണ This is ഇതാണ് തിരുനക്കര. അതെ തിരുനക്കര ഗ്രൗണ്ട്. നമുക്ക് അവിടെ നടക്കണ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒപ്പന കാണണമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നതാ. പക്ഷെ വണ്ടി ഇടാനൊന്നും ഒരു സ്ഥലവും കിട്ടുന്നില്ല. അവിടെയൊക്കെ നിറയെ ബാക്കി സ്ഥലമൊന്നും ഇല്ല. മൊത്തം ബ്ലോക്ക് അകത്തോട്ട് നോക്കിയാൽ കുറച്ചുകൂടെ ഫ്രെയിമിലോട്ട് റോഡ് മൊത്തം ബ്ലോക്ക് കാണാം. അത്ര ആളുകൾ കാണാം. അവരെ ഇത്ര ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ അതിന് മാത്രം അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ അടിപൊളി പ്രോഗ്രാംസ് എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി പാർട്ടിസിപ്പൻസ്. നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. ബൈ ബൈ. നമുക്കിനി ഇനി ഞം കഴിക്കാൻ കയറണം. തെയ്യോ തെയ്യോ അടിപൊളി. നല്ല തിരക്കാണ് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് പോയായിരുന്നു. ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ പാർക്കിംഗ് കണ്ടിട്ടില്ല ഗൈസ്. നമ്മൾ നേരെ വീട്ടിലേക്ക് തന്ത്രപൂർവ്വം നമ്മൾ എസ്കേപ്പ് ആയി. വണ്ടി മൊത്തം ബ്ലോക്കാണ് അതിനകത്ത്. അങ്ങനെ കലോത്സവ കാഴ്ചകളെല്ലാം കണ്ട് അവസാനം ഒരു 9 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പാലായിലെ അച്ചായൻ്റെ അടുക്കളയിൽ നിന്നും പാൽക്കപ്പയും ബീഫും കിഴിപ്പൊറോട്ടയും ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഓരോരുത്തരും വീട്ടിലേക്ക് തന്നെ മടങ്ങി.